Yo, what's up guys? Welcome back to Minecraft. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു ബെഡ് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് മോട്ടീവ്. അപ്പോൾ എന്തായാലും നമുക്ക് ബെഡ് ഉണ്ടാക്കാം ഗൈസ്. ബെഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് 2 കവ് വയ്ക്കണം. അതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൊരു വുഡ് ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ആ വുഡ് ഒന്ന് പോയി മൈൻ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും വുഡ് മൈൻ ചെയ്ത് ഒരുപാട് ലാഗ് ഒന്നും അടുപ്പിച്ചില്ല, ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് എന്നിട്ട് നമുക്ക് എന്തായാലും നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ വുഡിൻ്റെ പ്ലാങ്ക്സ് ആക്കണം ഗൈസ്. പ്ലാങ്ക്സ് ആക്കി നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചുമ്മാ നോക്കിയതാണ് ഗൈസ്, നിങ്ങൾ കാര്യമാക്കേണ്ടത്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലേസ് ചെയ്തിട്ട് അതിൽ നിന്ന് സ്റ്റിക്ക് ഉണ്ടാക്കി, സ്റ്റിക്ക് കുറച്ചെടുത്ത് നമ്മളവിടെ പ്ലേസും ചെയ്ത് ഇനി നമുക്ക് അതിൽ നിന്ന് നേരെ വുഡിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കി ഗൈസ് നമുക്ക് വുഡ് മൈൻ ചെയ്യാം. വുഡല്ല സാറ് ഗൈസ്, സ്റ്റോൺ മൈൻ ചെയ്യാം. മൈ മിസ്റ്റേക്ക്. അപ്പോൾ ഗൈസ് വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു എറർ വരും, കാരണം ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറയും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. നമുക്ക് ആദ്യം എന്തെങ്കിലും സ്റ്റോണിൻ്റെ ആക്സ് ഉണ്ടാക്കാം, എന്നിട്ട് സ്റ്റോണിൻ്റെ ഇത് പിക്കാക്സ് ഉണ്ടാക്കാം. കാരണം സോഡ് ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല ഗൈസ് വെറുതെ എന്ന് വെച്ചാൽ, കാരണം ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ സാധാരണ ഉപയോഗിക്കുന്നത് ആക്സ് ആണ്. എന്തെങ്കിലും ഒരു കവ് നിൽപ്പുണ്ട്, ആ കവിനെ നമുക്കൊന്ന് കില്ല് ചെയ്യാം. കാരണം ഗൈസ് ഫുഡ് ഈസ് എസെൻഷ്യൽ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഫുഡ് വേണം ഗൈസ്. അതിന് മുമ്പ് ഇവിടെ കുറച്ച് ഷുഗർ കെയിൻ നിൽക്കുന്നുണ്ട്, അതുകൂടെ നമുക്ക് ഗ്രാബ് ചെയ്യാം. കാരണം നമുക്ക് ഫർദർ യൂസിന് നമുക്ക് ആവശ്യം വരും. എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നമുക്കിത് ആവശ്യം വരും, നമുക്കിത് പ്ലാന്റ് ചെയ്യാം ഗൈസ്. അതിനിവിടെ പിഗ്സ് നിൽപ്പുണ്ട്, 2 നിൽപ്പുണ്ട്. അതിനിവിടെ ഒന്ന് മൈനല്ല, അതിനിവിടെ നമുക്കൊന്ന് കില്ല് ചെയ്യാം. ഇതാ അതിൻ്റെ അപ്പുറത്തൊരു ഷീപ്പ് ഇപ്പോൾ ഉണ്ട് ഗൈസ്. ആ ഷീപ്പിനോട് ജസ്റ്റ് ഒന്ന് നമുക്ക് അതിൻ്റെ അടുത്ത് കില്ല് ചെയ്യാം. അപ്പോൾ ഗൈസ് അതിന് നമ്മൾ കില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വിടാം ഗൈസ്. അപ്പോൾ അതിന് മുമ്പ് ഒരു പിഗ് കൂടെ നിൽക്കുന്നുണ്ട്, അതിനൂടെ കില്ല് ചെയ്യാം. നമുക്ക് എന്തായാലും ഗൈസ് ഇനി ഇവിടെ ഈ ഇവിടുന്ന് പ്ലെയിൻസിൽ നിന്ന് അങ്ങോട്ട് മാറാം. എന്ന് വെച്ചാൽ ഇവിടുന്ന് മാറിയത് കുറച്ച് ഫുഡൊന്ന് ഹണ്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ഫുഡ് ഹണ്ട് ചെയ്യാനാണ് ഇപ്പോൾ ഒരു പിഗിനെ ഹണ്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ. അവിടെ ഒരു ഷീപ്പ് ഇപ്പോൾ ഉണ്ട്, അതിനെ ഒന്ന് ഹണ്ട് ചെയ്ത് ഇവിടെ വീണ്ടും നിൽപ്പുണ്ട് ഗൈസ്. അതിനോട് ഒന്ന് ഹണ്ട് ചെയ്യാം. അവിടെ കുറച്ച് ഷുഗർ ഒക്കെ നിൽപ്പുന്നുണ്ട്, നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല. കണ്ട് അതിനോട് ജസ്റ്റ് പോയി ഒന്ന് ഗ്രാബ് ചെയ്യാം. ഇനി ഇതോ നിങ്ങളുടെ അപ്പുറത്തെ സൈഡിലൊന്ന് കണ്ട് അതിന് സൂം ചെയ്യാൻ പറഞ്ഞു, ക്ഷമിക്കണം. അതിന് ഇവിടെ ഒരു പിഗും അവിടെ ഒരു ചിക്കനും നിൽപ്പുണ്ട്, അതിനോട് ഒന്ന് എടുക്കാം. ചിക്കൻ എടുത്തപ്പോൾ എഗ്ഗ് ഡ്രോപ്പ് ആയെന്നൊരു സംശയം, എന്തെങ്കിലും കുഴപ്പമില്ല, പിന്നെ നോക്കാം. എന്തായാലും നമുക്ക് അപ്പുറത്തോട്ട് സ്വിം ചെയ്ത് പോയി അവിടെ കുറച്ച് ഷുഗർ ഒക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ആ പരിസരത്ത് കുറച്ച് ഫുഡ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇത് തേർഡ് പെർസ്പെക്റ്റീവിലാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് നമുക്ക് നേരെ പോകാം. അപ്പോൾ ഗൈസ് ഇടയ്ക്ക് ചെറിയ സൗണ്ട് എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് ഒക്കെ വരും. അത് ഞാൻ ആ സമയത്ത് എൻ്റെ വോളിയം ഡൗൺ ആക്കും ഗൈസ്, അല്ലെങ്കിൽ അതിൻ്റെ വോളിയം ഡൗൺ ആക്കും, അത് കാര്യമാക്കണ്ട. അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഷീപ്പിനെ ഇതിനെയൊക്കെ കില്ല് ചെയ്യണം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ എന്തെങ്കിലും എൻഹാൻസ് ചെയ്യണോ, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞാൻ ചെയ്തതിൽ നിങ്ങൾക്ക് കാണുന്നതിൽ എന്തെങ്കിലും കൂട്ടണമെങ്കിൽ നിങ്ങളൊന്ന് പറയുക. എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ നമുക്കൊരു സാധനം കിട്ടിയത് എന്തോ ഒരു ബുഷസാണ്ടാണ് ഗൈസ്. എന്തായാലും ഇവിടെ കുറച്ച് ഷീപ്പ് നിൽക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വൂളായി ഗൈസ്, പക്ഷേ നമുക്കത് പല പല കളറിലായതുകൊണ്ടേ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമുക്ക് ഒരു കളറിൽ വൈറ്റിനെ 3 കില്ല് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഫ്ലവർ കിട്ടിയാലും മതി, നമുക്ക് ഡൈ ചെയ്യാം. ഇപ്പം നമ്മളൊരു കവിനെ ഒരു പിങ്കിനെയും കില്ല് ചെയ്ത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ല ഫുഡാണ് ഏറ്റവും എസെൻഷ്യൽ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഫുഡ് എന്തായാലും നമ്മൾ മൈൻ ചെയ്തിട്ടുണ്ട്, ഗ്രാബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ ഇത് വന്ന വഴി തന്നെ ഗൈസ് ഞാൻ ഒരു മല ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചത് ഞാൻ കറങ്ങിത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് ഗൈസ്. കറങ്ങിത്തിരിഞ്ഞ് ഞാൻ ഇതുവഴിയാണ് ഞാൻ ആ ഷുഗർക്കൻ എടുക്കാൻ പോയത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഒരു പിഗിനെ ഒരു ചിക്കനെ മൈൻ ചെയ്തിട്ട് നമുക്ക് നേരെ കേട്ടോ. അത് അവിടെ ഒരു ഷീപ്പ് ഇപ്പോൾ ഉണ്ട് ഗൈസ്, അതിനോട് നമുക്കൊന്ന് കില്ല് ചെയ്യാം. എന്തെങ്കിലും വൂളിൻ്റെ ആവശ്യം വരില്ല, എന്തെങ്കിലും ഷിപ്പിനോടൊക്കെ ഒന്ന് ഗൈസ്. ചെറിയ ബ്ലോസം ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഗൈസ്, ഒരു ചെറിയ ബ്ലോസം പായും. അതിന് മുമ്പ് ഇവിടെ ഒരു ഡോങ്കി ഇപ്പോൾ ഉണ്ട്, അതിലൊന്ന് കയറിയിരിക്കാൻ നോക്കാം. അതെന്നെ റെഫ്യൂസ് ചെയ്ത് ഗൈസ്, ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കാം ഗൈസ്. അതിനെ ഇരുത്തിക്കൊണ്ട് പോകാൻ മൂടില്ല ഗൈസ്, പിന്നെ എൻ്റെ സാഡിലും ഇല്ല. എന്തായാലും പോട്ടെ ഗൈസ്, നമുക്ക് നമ്മുടെ സർവൈവൽ സീരീസ് കണ്ടിന്യൂ ചെയ്യാം. ഇനി എന്തായാലും ഞാൻ ഇവിടെ നിങ്ങളുടെ നടന്ന് ചെറിയ ബ്ലോസമിൻ്റെ അടുത്തുകൊണ്ട് എന്തിനാണ് ഗൈസ് വെറുതെ ഒന്ന് ഔട്ട്ഡോർ അങ്ങനെ എടുക്കുക. ഇപ്പോൾ വീഡിയോ വലുതായിട്ട് ലെങ്ത് ആയെന്ന് എനിക്ക് സംശയമുണ്ട്, കാരണം വീഡിയോ വലുതായിട്ടൊന്നും ചെയ്തില്ല. ഒരു ഡേ എങ്കിലും നമ്മൾ സർവൈവ് പാസ് ചെയ്തിട്ട് വീഡിയോ എൻഡ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്.
പിന്നെ കേസ് ഭയങ്കര സർവീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബോറടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഞാൻ പിന്നെ കുറേ സീൻസ് കട്ട് ചെയ്താലും ഒരു ഇത് കാണത്തില്ല കേസ്. ഇപ്പോൾ നമ്മൾ ആക്സ് പോയായിരുന്നു, അതൊന്ന് നമുക്ക് ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ വെച്ച് അതൊന്ന് ഒന്നുകൂടെ ഉണ്ടാക്കാം. അപ്പോൾ കേസ് നമ്മുടെ ടൂൾസിൽ നിന്ന് മെനു ബാറിൽ പോയി നോക്കിയിട്ട് ഒരു സ്റ്റോണിൻ്റെ ആക്സ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ തിരിച്ച് ഗ്രാബ് ചെയ്ത് ഒരു പിഗിനെ ഇവിടെ മൈൻഡ് ചെയ്യാം. അപ്പോൾ കേസ് നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആവത്തില്ലെന്ന് അപ്പോൾ കേസ് അവിടെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ അത് വെച്ചപ്പോൾ അത് എയറിലായപ്പോൾ ഞാൻ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടായിരുന്നു. അതാണ് ഞാൻ ഇപ്പോൾ സൗണ്ട് കുറച്ച്. നമുക്ക് ഫർണസ് എന്തായാലും ഉണ്ടാക്കാം. ഫർണസ് കൂടെ അവിടെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇത് താഴെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ സൈഡിൽ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അതിൻ്റെ അകത്ത് റോ പോക്ക് ചോപ്പും നമുക്ക് നമ്മുടെ വുഡും വയ്ക്കാം. ഇനി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആവാൻ സാധ്യത കുറവാണ്, കാരണം സർവൈവൽ സീരീസ് എല്ലാവരും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ബോറടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ സർവൈവൽ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും പറയുക, നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വെറുതെ നിങ്ങളുടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. ഒരുപാട് സർവൈവൽ സീരീസ് നിങ്ങൾ കാണുന്നുണ്ട്, എൻ്റെ ചിലപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയേക്കാം, ചിലപ്പോൾ തോന്നാതിരിക്കാം ഗൈസ്. അതെൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയതാണ് ഗൈസ്. കാരണം ഞാൻ കുറേ പേരൊക്കെ ഇരുന്ന് കാണും, പക്ഷേ ഞാൻ ഇടുമ്പോൾ അത് എത്രത്തോളം കറക്റ്റ് ആവുമെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യൂ ഒന്ന് ആസ്വദിക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് നമ്മുടെ പിറകിലൊരു സോംബി ഉണ്ടോന്ന് ഗൈസ്. അയ്യോ ഗൈസ്, അയ്യോ സോംബികൾ റൈറ്റായ പിന്നെ ഫുള്ള് സോംബിയാണ് ഗൈസ്. ഓ അവിടെ അടുത്തത് എന്നെ സ്കെൽറ്റനെ അറ്റാക്കിയാണ് ഗൈസ്. എനിക്ക് ഫുള്ള് ടെൻസ്ഡായി കിടക്കാനും ഇല്ല, മരിക്ക് പോയി കിടക്കാനുള്ളൂ. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ചാവാൻ വയ്യ ഗൈസ്, എന്തിനാണ് വെറുതെ. നമുക്ക് വരുന്നു ഗൈസ് അവിടെ നിന്ന് ആരൊക്കെ. അയ്യോ ഗൈസ് സോംബികൾ പിറകെ വരുന്നു ഗൈസ്. എന്തായാലും പറ്റത്തില്ല ഗൈസ്, അനുഭവം ഇവിടെ നമുക്ക് എന്തായാലും പെടുത്തിറക്കാം ഗൈസ്. എനിക്ക് ഒട്ടും വയ്യ, കാരണം 2 ഹാർട്ടുകൾ ഇനിയും പോയി എനിക്ക് ഇപ്പോഴും ചാവാൻ വയ്യ ഗൈസ്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം ഗൈസ്. എന്തായാലും പറ്റത്തില്ലെന്നല്ല, എങ്ങനെയാലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. താഴോട്ട് ചാടിയാൽ ചത്തുപോയി, എന്താ ഒരു അവസ്ഥയാണ് ഗൈസ്. മരിക്ക് പോയി കിടക്കാനുള്ളതിൻ്റെ വ്യൂ കാണിക്കാൻ വേണ്ടി ഒരു സൺസെറ്റിൻ്റെ വ്യൂ മേളിൽ നിന്നും താഴ്ന്നു എല്ലായിടത്തും സോംബിയാണ് ഗൈസ്. എന്താ അവസ്ഥ, എനിക്ക് ജമ്പ് ചെയ്യാനും പറ്റണില്ല. ജമ്പ് ചെയ്യണമെന്ന് വെച്ചാൽ സ്പേസ് ബാർ വർക്കാണുള്ള ഗൈസ്, അതാണ് ഇപ്പോൾ ജമ്പ് ആവാൻ പറ്റില്ല. ഓട്ടോ ജമ്പിലാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാവില്ല ഗൈസ്, എനിക്ക് ഒന്നും അറിയാൻ പറ്റില്ല. ഇവിടെ കറങ്ങി വന്ന സ്ഥലത്ത് തന്നെ എത്തിയെന്ന് തോന്നുന്നു ഗൈസ്. യാതൊരു എത്തും പിടിയില്ല ഗൈസ്. എങ്ങനെയെങ്കിലും ഒന്ന് അയ്യോ എന്തോ തന്നെ അറ്റാക്ക് ചെയ്ത് ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല, സ്കെൽറ്റൻ ആണോ എന്തോ ഗൈസ്, എന്താണെന്ന് ദൂരെ നിന്നാണ് അറ്റാക്ക് ചെയ്ത്. എന്തായാലും ഇവിടെ മൈൻഡ് ചെയ്ത് ഗൈസ് താഴെ സ്കെൽറ്റൻ എയിം ചെയ്യണത് ഒരു എന്തോ സോംബിയാണ് ഗൈസ്. ഗൈസ് എന്തോന്ന് പറയണമെന്ന് എനിക്കറിയില്ല. സ്കെൽറ്റൻ വന്ന് സോംബി ഒന്ന് കൊന്നു ഗൈസ്. എന്തായാലും നമുക്ക് റീസ്പോൺ എന്തെങ്കിലും കിടക്കാം, എന്തെന്നറിയാം ഗൈസ്. എന്തായാലും എന്തെങ്കിലും നമുക്ക് ടൂൾസ് ഗ്രാബ് ചെയ്യാം. എന്തായാലും ഞാൻ അത്രയും ക്ലിപ്പ് കട്ട് ചെയ്ത് വീഡിയോ അല്ലെങ്കിൽ ലെങ്ത് ആവും ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ ടൂൾസ് ഗ്രാബ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റോണിൻ്റെ പിക്കാക്സ് കിട്ടില്ല. എന്തായാലും നമുക്ക് കുഴപ്പമില്ല, അത് ഒന്നുകൂടെ ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. എന്തോ ആവട്ടെ ഗൈസ്, എന്തായാലും നമുക്ക് അതങ്ങ് കളയാം ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മളെ അടുത്തല്ല സ്പോൺ പോയിന്റിൽ ഇപ്പം നമ്മൾ ചെറുതായിട്ട് നമ്മളെ ബെഡും ക്രാഫ്റ്റിൻ്റെ ഉള്ള എല്ലാം വെച്ച് അങ്ങോട്ട് പോയാൽ എന്തോട്ടെ നമ്മളെ ഡോങ്കി ആ സൈഡിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തോന്നാണ് ഗൈസ്, നല്ല രീതിയിൽ സർവൈവൽ സീരീസ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ വന്ന് ഞാൻ ഇപ്പം എന്തായി ഗൈസ്, യാതൊരു ലക്കും ഇല്ലാതെയാണ് ഗൈസ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഗെയിമിൽ. കണ്ട ഗൈസ് വീണ്ടും ഞാൻ എന്തായാലും കുഴപ്പമില്ല, വീണതിന് കുറച്ച് കോള് കിട്ടി. ഗൈസ് നമ്മളെ പിക്കാക്സ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വുഡിൻ്റെ എടുക്കുന്നപ്പോൾ സ്റ്റോണിൻ്റെ കണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പിക്കാക്സ് കിട്ടിയതിൽ വലിയ സന്തോഷം ഗൈസ്. അതിൻ്റെയൊന്നും അല്ല, പിന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. വുഡുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ ബെഡ് ഉണ്ടാക്കിയതിൽ വുഡുണ്ടായിരുന്നു, നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യാം. പിന്നെ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് അയച്ചു കൊടുക്കുക, ഫ്രണ്ട്സിനോട് പറയുക, ഷെയർ ചെയ്യുക. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്, ഞാൻ അവിടെ കിടന്ന് ട്രൈ ചെയ്തിട്ട് പിന്നെയാണ് എനിക്ക് ഓർമ്മ ഒന്നും വർക്കാകത്തില്ല. പിന്നെ ഞാൻ എന്തായാലും സൈഡിൽ പോയി നമ്മുടെ ഈ ഡേറ്റ് മൈൻഡ് ചെയ്ത് മേളിൽ കയറാൻ ശ്രമിക്കുകയാണ്. എന്തായാലും മേളിൽ കയറിയിട്ടുണ്ട്. ഇനി എന്താ ഗൈസ്, ഇനി നേരെ ചെല്ലുക, നമ്മുടെ ഫുഡ് കഴിക്കുക, ഹാർട്ടിനെ റീജനറേറ്റ് ആയിക്കോളും. പിന്നെ കുറച്ച് ഹങ്കർ ബാർ ലെഫ്റ്റ് ആയി കിടക്കണം, അതുകൂടെ ഒന്ന് ഫുഡ് വെച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ ഗൈസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റേസ് ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്തായാലും ഔട്ട്ഡോർ എടുക്കാം ഗൈസ്. ഇത് വീഡിയോ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടനോട് അമർത്തുക. അപ്പോൾ